വെൽക്കം ടു കാൻറ്റില ഫിസിക്സ് അക്കാഡമി. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാറ്ററ്റ് കാറ്റഗറി 3 മാത്തമാറ്റിക്സ് 2024 ജൂണിൽ നടന്ന പരീക്ഷയിൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനാണ്. സോ ആർക്കെങ്കിലും ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ക്രാഷ് കോഴ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 1K റുപ്പീസ് ആയിരിക്കും. മെയിൻ കോഴ്സിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 10K റുപ്പീസ് ആയിരിക്കും. ക്വസ്റ്റ്യൻ നോക്കുക. സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ദി സൈഡ്സ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 288. Then what is the length of its hypotenuse എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻ എ 6, ഓപ്ഷൻ ബി 6√3, ഓപ്ഷൻ സി 12, ഓപ്ഷൻ ഡി 12√2 എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ലെങ്ത് ഓഫ് ഇറ്റ്സ് ഹൈപ്പോട്ടനസ് എത്രയാണെന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്കറിയാവുന്ന കണ്ടീഷൻ ക്വസ്റ്റ്യൻ പ്രകാരം നോക്കാം. സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദി സൈഡ്സ് ഓഫ് എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഒരു ട്രയാങ്കിള് ഞാനിവിടെ ഇങ്ങനെ ഒരു ട്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതതിൻ്റെ ഹൈപ്പോട്ടനസ് ആയിരിക്കും, ഇതതിൻ്റെ പെർപെൻഡിക്കുലർ ആണ്, ഇതതിൻ്റെ ബേസ് ആണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൈതഗോറസ് തിയറം അനുസരിച്ചിട്ട് നമുക്കിവിടെ എന്ത് പറയാൻ പറ്റും? എച്ച് സ്ക്വയർ എന്ന് പറയുകയാണെങ്കിൽ അത് എന്താണ്? പെർപെൻഡിക്കുലർ സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ ആണ് എന്നുള്ളതാണ് നമുക്കറിയാവുന്ന ഒന്നാമത്തെ പോയിന്റ്. ഇനി ക്വസ്റ്റ്യൻ പ്രകാരം സം ഓഫ് ദി സ്ക്വയേഴ്സ്, ഈ എല്ലാത്തിൻ്റെയും സ്ക്വയറുകളുടെ സമ്മ് എന്ന് പറയുന്നത് 288 എന്നാണ് പറയുന്നത്. അപ്പോൾ എച്ച് സ്ക്വയർ പ്ലസ് പി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സമ്മ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 288 ആണ് എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ പി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് എന്തിന് ഈക്വലൻ്റ് ആണ്? എച്ച് സ്ക്വയറിന് ഈക്വലൻ്റ് ആണ്. അപ്പോൾ ഇവിടെയുള്ള ഈ പി സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിൻ്റെ സ്ഥാനത്ത് ഈ എച്ച് സ്ക്വയർ കൊണ്ടുവന്നിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ എച്ച് സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ ടു 288. എച്ച് സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ എന്ന് പറയുകയാണെങ്കിൽ അത് 2H സ്ക്വയർ ആണ്. 2H സ്ക്വയർ ഈക്വൽ ടു 288 ആണ് വരിക. അപ്പോൾ എച്ച് സ്ക്വയർ എന്ന് പറയുകയാണെങ്കിൽ 288 ഡിവൈഡഡ് ബൈ 2 ആണ് വരിക. അപ്പോൾ 144. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? എച്ച് സ്ക്വയർ ഈക്വൽ ടു 144. അപ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു √144. അപ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 12 എന്ന് പറയുന്നത് കിട്ടി. അപ്പോൾ കാണാൻ പറയേണ്ടത് എന്താണ്? ലെങ്ത് ഓഫ് ഇറ്റ്സ് ഹൈപ്പോട്ടനസ്, എച്ചിൻ്റെ വാല്യൂ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എച്ചിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്രയാണ്? 12 എന്ന് പറയുന്ന റിസൾട്ടാണ് നമുക്കിവിടെ കിട്ടുക. അപ്പോൾ ഓപ്ഷൻസിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ എന്ത് പറയാനായിട്ട് സാധിക്കും? സി ഓപ്ഷനാണ്, 12 എന്ന് പറയുന്ന റിസൾട്ടാണ് നമുക്കവിടെ കിട്ടുക. ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു ന്യൂമറിക്കൽ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം.